പ്രിയമുള്ളവരെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴ വെച്ചാണ് നടത്തുന്നത്. അനശ്വര രക്തസാക്ഷികളായിട്ടുള്ള കെ എസ് കൃഷ്ണപിള്ളയുടെയും TN നസീറിൻ്റെ സ്മരണകൾ ഇറങ്ങുന്ന തൊടുപുഴ ജില്ലാ സമ്മേളനത്തിൽ സാക്ഷി വഹിക്കുന്നത് 17 വർഷത്തിന് ശേഷം ജില്ലാ സമ്മേളനം വീണ്ടും തൊടുപുഴയിൽ എത്തിച്ചേരുമ്പോൾ 1997 ആദ്യ ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ തന്നെയായിരുന്നു. ജില്ലാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മുഹമ്മദ് ഫൈസൽ കൺവീനറും VV മത്തായി ചെയർമാനും TR സോമൻ ട്രഷറും KP മേരിയും MM മണിയും ഞാനുൾപ്പെടെയുള്ള ഇവിടുത്തെയുള്ള KL ജോസഫ്, TK ശിവൻ നായർ, PP സുമേഷ് ഉൾപ്പെടെയുള്ള തൊടുപുഴ താലൂക്കിലെ പാർട്ടി നേതാക്കന്മാർ നേതൃത്വം നൽകി വലിയ നിലയിലുള്ള തയ്യാറെടുപ്പും സമ്മേളനത്തെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ CPM-നെതിരെ വരുന്ന എല്ലാവിധമായ പ്രചരണങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് സമ്മേളനത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള ജനാധിപത്യ കേന്ദ്രീകരണ തത്വമെല്ലാം അംഗീകരിച്ച് 2072 പാർട്ടി ബ്രാഞ്ച് സമ്മേളനവും 158 ലോക്കൽ സമ്മേളനവും 15 ഏരിയ സമ്മേളനവും പൗരോജ്വലമായ പരിപാടിയോട് കൂടിയാണ് സംഘടിപ്പിച്ചത്. ഏതാണ്ട് 30,000-ഓളം വരുന്ന പുതിയ ജനവിഭാഗങ്ങൾ വിവിധ മേഖലയിലുള്ള സമ്മേളനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിലേക്ക് പുതിയതായി അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പാർട്ടി ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സമ്മേളനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്ന രൂപത്തിൽ വർഗ വിഭജന പ്രസ്ഥാനങ്ങൾ വിവിധമായ പരിപാടി സംഘടിപ്പിച്ചു. മഹിളകൾ, യുവജനങ്ങൾ, കർഷക-തൊഴിലാളി വിഭാഗങ്ങൾ, വിദ്യാർത്ഥികൾ, ബാലസംഘ കൂട്ടുകാരെ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ജില്ലയിൽ ഞങ്ങൾ നടത്തിയ ജില്ലയെ ബാധിക്കുന്ന 7 വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെമിനാർ. ആ സെമിനാറിൽ ഞങ്ങൾ സ്വീകരിച്ച സമീപനം BJP, STP, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള സംഘടന ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സെമിനാറിൽ പങ്കെടുക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ സെമിനാറിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നിങ്ങളുമായി അന്ന് സെമിനാർ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. ഞാനത് വീണ്ടും ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ സെമിനാറിൽ കോൺഗ്രസ് ഐയുടെ AICC അംഗമായുള്ള EM അഗസ്തി, അതുപോലെ തന്നെ KPC സെക്രട്ടറിയായുള്ള MN ഗോപി, KPC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള AK മണി, CPയുടെ ജില്ലാ സെക്രട്ടറി സലികുമാർ, KK ശിവരാമൻ, ജോസഫ് പാലത്തിലാൽ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ആ സെമിനാറിൽ പങ്കെടുത്തു. അത്തരമൊരു സെമിനാറിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒന്ന്, നമ്മുടെ ജില്ലയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന വനം വന്യജീവി സംഘർഷം, നമ്മുടെ ജില്ലയിലെ ഏല വ്യവസായ മേഖല ഉണ്ടാകുന്ന പ്രതിസന്ധി, തോട്ടം മേഖല ഉണ്ടാകുന്ന പ്രതിസന്ധി, ഏറ്റവും പ്രധാനമായി ടൂറിസം മേഖല, ഇടുക്കി ജില്ലയിൽ തിരിച്ചു പിടിക്കുന്ന ടൂറിസം മേഖലയാണ്. ആ ടൂറിസത്തെ സംബന്ധിച്ചുള്ള സെമിനാർ, മതനിരപേക്ഷ കേരളം നേരിടുന്ന വെല്ലുവിളിയെ സംബന്ധിച്ച്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും പുതിയ സാമ്പത്തിക നയത്തെ സംബന്ധിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ സെമിനാറിന് ഞങ്ങൾ അങ്ങനെ വിശാലമായ മനസ്സോടാണ് പോയത്. എല്ലാവരുടെയും ഒരു സംവാദങ്ങൾ വരട്ടെ,
ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴാണ് ശരിയായ നിലപാടെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ സെമിനാർ വലിയ സ്വീകാര്യത ജില്ലയിലെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തരത്തിലുള്ള